ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ ആ ഒരു സുവർണ നിമിഷം വന്നെത്തി. ഇന്ന് കാണിക്കാൻ പോകുന്നത് കുംഭശ്രീ മോലോത്ത് മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകളാണ്. ആ കുറച്ച് ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ലേറ്റായി എത്താൻ. എന്തായാലും ഈ ഒരു എന്താ പറയേണ്ടത് ധന്യമുഹൂർത്തം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം ഒരുക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ആ ചടങ്ങൊന്ന് കാണാം അല്ലെ. അപ്പൊ ഈ വർഷത്തെ ഇന്ന് 30-ാം തീയതിയാണ് ഈ ഒരു പ്രതിഷ്ഠാ ദിന ചടങ്ങ്. മഹനീയമായ ആ ഒരു ചടങ്ങാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കണ്ടു നോക്ക്. Namah Shivaya.
നോട്ടം തൊഴുത് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങണം. വിശദമായിട്ട് തൊഴാനുള്ള സമയം പൂജ കഴിഞ്ഞതിന് ശേഷം തരുന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ വേഗത്തിൽ തൊഴുത് മടങ്ങണം. സേവകന്മാര് വരിവരിയായിട്ട് നിന്ന് ആൾക്കാരെ വേഗത്തിൽ നടയിൽ തൊഴാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. നടയിൽ വന്ന് ഒന്ന് ഭഗവാനെ കണ്ട് മടങ്ങാനുള്ള സംവിധാനമാണ് ഇപ്പൊ ചെയ്യുന്നത്. വേഗത്തിൽ വന്ന് തൊഴുതു പോകണം. അവിടെ വരി വേണ്ടതുപോലെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. തൊഴുത് മടങ്ങിയ എന്ത് തോന്നി ഈ ഒരു ധന്യ മുഹൂർത്തത്തില്? ഈ നാടിന്റെ ഐശ്വര്യം ഭയങ്കര സന്തോഷമായി അല്ലേ? ഒരുപാട് നാളത്തെ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ട് ഈ അമ്പലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട് അല്ലേ? അപ്പോൾ നല്ല സന്തോഷത്തിലാണ്, നല്ല പ്ലസൻ്റായിട്ട് ചിരിക്കുന്നുമുണ്ട്. എന്തായാലും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അല്ല, ഇപ്പൊ തൊഴുത് മടങ്ങി നിങ്ങളല്ലേ? എന്ത് തോന്നി ഈ ഒരു സന്ദർഭത്തില്? ഭഗവാന്റെ ചൈതന്യം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നാട്ടുകാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും തീർച്ചയായും അങ്ങേക്കും അതുപോലെ തന്നെ വലിയൊരു അനുഗ്രഹം കിട്ടും. തീർച്ചയായിട്ടും
ഭഗവാന്റെ സാന്നിധ്യം നാട്ടിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്. ജനങ്ങൾക്കെല്ലാം സംതൃപ്തിയും സമാധാനമൊക്കെ ലഭിക്കും. ശരി, കണ്ടതിൽ സന്തോഷം. തൊഴുതു മടങ്ങിയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ഒരു അനുഭവം? നല്ലൊരു സംതൃപ്തിയായിരുന്നു, നല്ലൊരു അനുഭവം. പ്രതിഷ്ഠിച്ചതിന് ശേഷം ആദ്യമായിട്ടൊന്ന് തൊഴാൻ പറ്റിയ ഒരു ഭാഗ്യമായിട്ട്. അതെ, ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലല്ലേ? സ്വപ്നമായിരുന്നു നമ്മുടെ നാട്ടിലൊരു ശിവക്ഷേത്രം വരുക, പ്രാർത്ഥിക്കാൻ പറ്റുന്ന സന്തോഷം. ശാന്തേച്ചി നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മളെ മഹാദേവനെ തൊഴുതിട്ടായ ഒരു അനുഭവം? നല്ലൊരു എനർജി, നമ്മളെ ഭഗവാനും നാട്ടിനും എല്ലാം ഉയർന്നു വന്ന പോലെ. അപ്പൊ നല്ല അനുഭവം തന്നെ അല്ലേ? അതുപോലെ അതുപോലെ ശാന്തേച്ചിന്റെ തിരുവാതിരക്കളിയെല്ലാം ഇവിടുന്ന് കളിച്ച് അല്ല മിഞ്ഞാന്ന് കളിച്ച് അത് കഴിഞ്ഞ് ഭഗവാനെയും തൊഴുത് നല്ല മനസ്സിന് സന്തോഷം. അങ്ങനെയാണ്. ഭഗവാനെ തൊഴുതാ എന്ത് തോന്നി? ഐശ്വര്യം, സന്തോഷം തോന്നി. എന്തായാലും നല്ലതായിട്ട് ഒരുപാട് സന്തോഷം തോന്നി അല്ലേ? ഒരുപാട് നാളത്തെ ആ ഒരു കാത്തിരിപ്പും സ്വപ്നവും അല്ലേ? ആദരവോടെ അറിയിക്കുന്നു. എത്രയോ തലമുറകൾക്ക് സാധിക്കാത്ത സൗഭാഗ്യം ഇതാ നമുക്ക് കൈവന്നിരിക്കുന്നു. ഒരുപാട് ഇതിന്റെ ഈ ഒരു പ്രതിഷ്ഠ നേരിട്ട് കാണണം എന്നുള്ള നിലക്ക് എത്രയോ ഭക്തന്മാര് നിരന്തരം പ്രാർത്ഥിച്ചവരായിട്ടുണ്ട്. അവർക്കൊന്നും ഇതാ അവരുടെ ആത്മാക്കൾ ഈ സമയത്ത് സന്തോഷിക്കുന്നുണ്ടാവും. ധനസമർപ്പണം ചെയ്തും ഭൂമി സമർപ്പണം ചെയ്തും പ്രാർത്ഥിച്ച ഭക്തന്മാർക്ക് അവരുടെ പുണ്യാത്മാക്കൾ ഇവിടെ വന്നിട്ടുണ്ടാവും ഈ പുണ്യദിനത്തിൽ. ശാന്തമ്മ തൊഴുത് മടങ്ങിയ എന്ത് തോന്നി ഈ ഒരു നിമിഷത്തിൽ? അല്ല, എന്ത് തോന്നി ഈ തൊഴുത് മടങ്ങിയപ്പോൾ? ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അല്ലേ? എന്തായാലും സന്തോഷം. ഇനി അധിക നേരം ഈ വിധത്തിൽ തൊഴാൻ സാധിക്കുന്നവരില്ല. ഉച്ചപൂജയ്ക്ക് ശേഷം എല്ലാവർക്കും വിശദമായിട്ട് തൊഴാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് മുളക്കി തൊഴുത് പ്രാർത്ഥിച്ച അല്ല തൊഴുതാ മഹത് കാര്യം ഇന്ന് 9:30-ക്കും 10:30-ക്കും ഇടയിലുള്ള പുണ്യമുഹൂർത്തത്തിൽ നിർവഹിച്ചു കഴിഞ്ഞു. ഭഗവത് ചൈതന്യം ആവാഹിച്ചു വെച്ച കലശം ഭഗവാനെ ആറാടിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാം ആ അഭിഷേകം കണ്ടിട്ടുണ്ടാവും. പൂർവജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഇനി വൈകുന്നേരം വരെ തൊഴാനുള്ള സംവിധാനം ഉണ്ടാവും, നട അടക്കൂല. അതുകൊണ്ട് തിരക്ക് പിടിച്ചിട്ട് വിഷമിക്കണ്ട. ഇപ്പോ തൊഴുത് പ്രസാദം വാങ്ങിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ല. ഒന്ന് ഭഗവാനെന്ന് കണ്ട് പ്രദർശനം വെക്കാനുള്ള സംവിധാനമേ ഒരുക്കിയിട്ടുള്ളൂ.
ഇനി തൊഴുമ്പോൾ നമുക്ക് മുന്നിൽ ആ വലിയ നിലവിളക്ക് വെച്ചിട്ടുണ്ടാവും. അതിൽ നെയ്യ് ഒഴിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. പുഷ്പാഞ്ജലിക്ക് ഷീട്ടാക്കിയവർക്ക് അവിടെ നടയിൽ സമർപ്പിക്കാൻ പറ്റും. ആ പ്രസാദം ആചാര്യൻ തന്നെ നേരിട്ട് പ്രാണപ്രതിഷ്ഠ നടത്തി ആചാര്യൻ തന്നെ നേരിട്ട് നമുക്ക് തരുന്നുണ്ടാവും. ആചാര്യ ദക്ഷിണയിലിട്ട് നമുക്ക് പ്രസാദം വാങ്ങിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം വരെ സമയമുണ്ട്. ഈ തിരക്ക് കഴിഞ്ഞാൽ തന്ത്രിശ്രേഷ്ഠൻ ജയറാംജി നമ്മോട് സംസാരിക്കുന്നുണ്ടാവും. ഈ എളയാവരമ്പലത്തിന്റെ ഉത്തരവാദപ്പെട്ട ഒരു ഭക്തൻ ഈ സമീപത്ത് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ ഒന്ന് ജയറാംജിയെ കാണാൻ അകത്തേക്ക് ചെല്ലേണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാസത്തിലൊരു ദിവസം എന്റെ കുടുംബത്തിന്റെ പേരിൽ ശിവപൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവര് പേരും അതുപോലെ തന്നെ നക്ഷത്രവും അതുപോലെ ഫോൺ നമ്പറും കൗണ്ടറിൽ ദേവമാഷ ഏൽപ്പിക്കേണ്ടതാണ്. നേരിട്ട് വിളിച്ച് ദിവസം അറിയിക്കുന്നുണ്ടാവും. കാരണം 2-ാം തീയതി കണി ദർശനം കഴിഞ്ഞ് ഭഗവാന്റെ നൃത്തത്തിന് ശേഷം വൈകുന്നേരം പോയി കഴിഞ്ഞാൽ 3-ാം തീയതി മുതൽക്ക് ഇവിടെ നിത്യപൂജ നടക്കുമ്പോൾ നിത്യപൂജ വേണ്ടതുപോലെ നടത്തണമെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്വം ക്ഷേത്ര സമിതിക്കുണ്ട്. അതൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ ഇവിടെ വന്ന ഓരോ ഭക്തന്റെയും സമർപ്പണം കൊണ്ടാണ് സാധിക്കുക. അതിൽ യാതൊരു നിർബന്ധമില്ല. ഇങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ അന്ന് പറയാമായിരുന്നില്ലേ എന്ന് പറഞ്ഞുകൂടാന്ന് വെച്ചിട്ടാണ് നേരത്തെ പറയണത്. ഇതാ ഇന്ന് ഭഗവാൻ ഇവിടെ ഉണർന്നിരിക്കുന്ന സമയമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ എന്റെ കുടുംബത്തിന്റെ പേരിൽ ഒരു ദിവസം പൂജാ സമർപ്പണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് അവിടെ പേരും നക്ഷത്രവും കൊടുത്താൽ ഫോൺ നമ്പറും കൊടുത്താൽ അത് ഞങ്ങൾ വേണ്ടതുപോലെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ടാവും. ഇവിടുത്തെ മാതൃസമിതി അംഗങ്ങളാണിത്. ഇതൊന്നുമല്ല, കുറേ പേരുണ്ട്. പക്ഷേ എങ്കിൽ എല്ലാവരെയും ഒന്ന് സ്വരൂപിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നമസ്കാരമുണ്ട്. ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ എന്ത് തോന്നുന്നു? ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് സന്തോഷം തോന്നുന്നു. നിങ്ങൾ അകത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ടൈം നമുക്കില്ല അല്ലേ? എല്ലാവരും ഒന്ന് നിയന്ത്രിക്കാനും അല്ലേ? അടിപൊളി. എല്ലാവരും ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. ഇതേപോലെ തന്നെ നല്ല സന്തോഷത്തിൽ എല്ലാവരും എങ്ങനെയുണ്ട്? നല്ല സന്തോഷം അല്ലേ? അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുക. എന്താണ് പറയുക? ഈ സമയം നല്ല സന്തോഷം കൊണ്ടൊന്നും പറയാൻ തിരിയുന്നില്ല അല്ലേ? അറിയാം. നിങ്ങൾ തൊഴുതാ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ തൊഴുതിട്ട്? സന്തോഷം തന്നെ. അല്ല, നമ്മളിപ്പോ ആദ്യമായിട്ടാണ്. അതാ ചോദിച്ചത്. കണ്ണൂരാണ് പോലും. അപ്പൊ നിങ്ങളെ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട്.
നമസ്കാരം. ഞാൻ പ്രാർത്ഥിച്ചു, നല്ലവണ്ണം പ്രാർത്ഥിച്ചു. എത്രയോ വർഷത്തെ എന്ത് തോന്നി ഈ ഒരു വലിയ ജീവിതത്തിൽ കിട്ടിയ ആദ്യ അനുഗ്രഹം തന്നെയാണ്. നമ്മള് ഈ ഇത്രയും പ്രായത്തില് നമ്മളെ നാട്ടില് ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാനും അതിന്റെ ഒരു ഭാഗ്യം ഈ ജന്മത്തിൽ കിട്ടിയത് വലിയ ഭാഗ്യം തന്നെയാണ്. അതിന് പ്രവർത്തിക്കാൻ അവിടെ ഒരുപാട് വർഷങ്ങളായി. എന്തായാലും നല്ല സന്തോഷം തരാം. വളരെയധികം സന്തോഷമാണ് നാട്ടില്. എല്ലാവർക്കും നല്ല സർവൈശ്വര്യം നാട്ടിലും നാട്ടുകാർക്കും വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ നമ്മൾ കടന്ന് പരിശ്രമിച്ച് ഭഗവാൻ ചെയ്യുന്ന തിരക്ക് നന്നായിട്ട് ഇരിക്കട്ടെ എല്ലാവരും. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള അമ്പലം. ഒരുപാട് ഐതിഹ്യങ്ങൾ നമ്മളെ കുട്ടിക്കാലം മുതൽ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാട് പിടിച്ച സ്ഥലമായിരുന്നു. പല പല അത്ഭുതങ്ങൾ ഇവിടെ നടന്നിരുന്നു. അതെല്ലാം സ്വർണ്ണ പ്രശ്നത്തിൽ ചിന്തിച്ച് ആക്കിയതിനു ശേഷമാണ് ക്ഷേത്രം ഇങ്ങനെ ഇന്ന് ഈ നിലയിലെത്തിയത്. എന്തായാലും ആ ഒരു ഐതിഹ്യം എല്ലാം വെച്ചിട്ട് പിന്നീട് നമുക്ക് കാണാം അല്ലെ? എന്നും കാണാം. എന്നും പല പല ഐതിഹ്യത്തിൽ ഇവിടെ എല്ലാം നന്നായി വളരെ ഭംഗിയായിട്ട് വരും. അപ്പൊ ഇവിടെ ഇപ്പം അയ്യപ്പൻ എപ്പോഴായിരിക്കും അയ്യപ്പന്റെ കൂടി ശിവന്റെ പ്രതിഷ്ഠ തുടങ്ങുക ഉടനെ തന്നെ ഇവിടെയും വരും. ഉപദേവന്മാരെ മറ്റേ ഒന്ന് ഗണപതി, പിന്നെ നാഗത്തിന്റെ ഒരു സ്ഥാനമുണ്ട്, പിന്നെ ഒരു ഗുരുസ്ഥാനം, അങ്ങനെയുള്ളു. സന്തോഷത്തിൽ ശരി. എന്നാ ഇന്നത്തെ ഭക്ഷണം എന്താ? സാമ്പാർ, പച്ചടി, കൂട്ടുകറി, അമീല്, പ്രഥമൻ പ്രഥമനാണ്. പിന്നെ അച്ചാറുണ്ട്, നാരങ്ങക്കറിയാണ് അല്ലേ? നാരങ്ങക്കറി, പിന്നെ വറവുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാല് ഒരു സദ്യ, അടിപൊളി സദ്യ. ഇതുണ്ട് ആ ശരിക്കും സദ്യ തന്നെ അല്ലേ? പ്രതിഷ്ഠാ സദ്യ അടിപൊളി. കുറച്ച് ഇതായിപ്പോയി. അടിപൊളി പ്രഥമ അല്ലേ? ഒരുപാട് പിന്നെ എന്താ അണ്ടിപ്പരിപ്പും മല്ലായിട്ടല്ലേ? അടിപൊളി. അല്ല അങ്ങനെയല്ല, ക്ലിയർ ഉണ്ടാവില്ല. കേൾക്കേണ്ട സാമാനെല്ലാം എങ്ങനെയുണ്ട്? നിങ്ങള് പായസം കുടിച്ചിട്ടില്ല? അടിപൊളി. ഭക്ഷണം കഴിച്ചാ? ആൾക്കാരെ ഭക്തജനങ്ങൾ പറഞ്ഞതല്ലേ? അടിപൊളി. പായസം ഗംഭീര, മണമടിക്കുന്നുണ്ട്. Hare
പഠിക്കാൻ നോക്കിയാൽ അല്ലേ ഈ കിട്ടുന്നതിന് വെറുതെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന് വിളിക്കണം അതിൻ്റെ ഏട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ രവീനെ ഒന്ന് വിളിച്ചിട്ട് ഏട്ടനല്ലേ രവീൻ്റെ ഏട്ടന് വരാൻ പറഞ്ഞു ഒന്നും ഇവിടെ അതിൻ്റെ ഉള്ളിൽ വരാൻ മോഹൻ പോണ വീട്ടിൽ പോയി ഇത് അടുത്ത ദിവസം കഴിച്ച് വേറെ കൂരി പോകും േഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയൻ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രകൃതി നീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് ഞാൻ നിത്യശാന്തി അല്ലെങ്കിൽ ആത്മശാന്തി നേരുകയാണെന്ന് ആ കവിയുടെ മനോരഥ എത്രയുണ്ട് എന്നത് നമുക്ക് ആ വരികളിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രകൃതിയിലുള്ളത് പണ്ട് പണ്ട് തന്നെ വാൽമീകി മുന്നേ മറ്റുള്ള കവികളും നമ്മുടെ നാടിനെ കുറിച്ച് മലകളെയും പുഴകളെയും കാടുകളെയും അതുപോലെ കടലുകളെയും മാമലകളെയും ഒക്കെ കുറിച്ച് ഒരു വരി പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ ചന്ദ്രകൾ മന്ദാരം ചാമരം വീശുന്ന ചന്ദന ചർച്ചിത പൂവനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങളായിട്ടാണ് ഈ ഭൂമിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമുക്കായി ദൈവം സൃഷ്ടിച്ചു വെച്ചതാണ് സുന്ദരമായ ഈ മലകളും പുഴകളും കാടുകളും വനങ്ങളും എന്താ പറയുക മാമലകളും എല്ലാം തന്നെ. ഇവയൊക്കെ അതുപോലെ തനതായി സംരക്ഷിച്ചു നിർത്തേണ്ട കടമ നമ്മളിൽ ഓരോരുത്തരുമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്, നമ്മളോടൊപ്പം ജീവിക്കുന്ന മറ്റെല്ലാം ഉണ്ട്. ഇനി ഈ ഭൂമിയിൽ നമ്മൾ മാത്രമല്ല അനേക കോടി ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങളെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്നിനെയും നശിപ്പിക്കാനുള്ള അധികാരമോ അവകാശമോ നമുക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിയേണ്ടത്. പ്രകൃതിക്കുണ്ടാകുന്ന നാശം അല്ലെങ്കിൽ പ്രകൃതിക്കുണ്ടാകുന്ന ദോഷം എന്ന യാഥാർത്ഥ്യം അറിയുന്ന നമ്മുടെ മലകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കുന്നില്ല നല്ലത്. ഞാൻ കുറച്ച് जरा पास आओ तो चैन आ जाए, जरा पास आओ तो चैन आ जाए, बदन पे सितारे लपेटे हुए तो जाने तमन्ना किधर जा रही हो, जरा पास आओ तो चैन आ जाए, जरा पास आओ तो चैन आ जाए. ईशाय नमः, उमेशाय नमः, गौरीशाय नमः, परमेशाय नमः, भुवनेशाय
അതിനിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുൻപിൽ നിൽപ്പോ അറിയാത്തതെന്തേ നിറുകയണിയും കുളിർമതേക്കും അറിയുകില്ലേ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ചടങ്ങ്? എല്ലാവർക്കും ഒരുപാട് ആൾക്കാരുടെ എന്താ പറയേണ്ടത്, ഭയങ്കര പ്രയത്നം കൊണ്ടാണ് ഈ ഒരു അമ്പലം ഉണ്ടായി വന്നത്. ആ അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനം നടത്താനും അതുപോലെ തന്നെ ആ ചടങ്ങിൽ പങ്കുചേരാനും വന്ന ഒരുപാട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട്, അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഈ ഒരു അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. കാരണം ഇതിന് ഒരുപാട് ഐതിഹ്യമുണ്ട്. ഐതിഹ്യമൊന്നും ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഐതിഹ്യം ഒരുപാടുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് പോവുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു.